യെസ്, മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, അങ്ങനെ അൻവർ കൂടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം അതെങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ LDF നേരത്തെ വിജയരാഘവൻ തന്നെ പറഞ്ഞത് അൻവർ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ, UDF-നായിരിക്കും അതിന്റെ ഏറ്റവും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ മാത്രം നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹം പോലീസിലെ RSS വൽക്കരണം അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നടത്തിയ ആരോപണങ്ങളൊക്കെ എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് മത്സര ചിത്രം, കളമൊക്കെ മാറി മറയുന്നത്? അസ്ലം, PV അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ നിലമ്പൂരിന്റെ ചിത്രം മാറുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഒരു കണ്ടീഷൻ ഇട്ടുവേണം നമ്മൾ ഇക്കാര്യം സംസാരിക്കാൻ. ഒന്ന്, PV അൻവർ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, അതായത് PV മത്സരിക്കാൻ തീരുമാനിച്ചു, ഒരു പക്ഷേ നാളെ തന്നെ നോമിനേഷൻ നൽകും. എന്നാൽ പോലും നോമിനേഷൻ പിൻവലിക്കുന്നത് വരെ ഒരുപക്ഷെ PV അൻവറിന്റെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയ അല്ലെങ്കിൽ പ്രവചനാതീതമായ ഒരു രാഷ്ട്രീയ സ്വഭാവം ഏതർത്ഥത്തിലേക്കും തിരിയാം. നമുക്കറിയാം, ഇന്നലെ UDF ചർച്ചകളൊന്നും വേണ്ടതില്ല എന്ന് ഔദ്യോഗികമായി തീരുമാനിക്കുമ്പോഴും യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കാണുന്നുണ്ട്. അതായത് ഒരുപക്ഷെ UDF-മായി സഹകരിച്ചില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നുകൊണ്ട് UDF-ന് പരോക്ഷമായ സഹായം നൽകണം എന്നൊരു നിലപാടിലേക്കെങ്കിലും PV അൻവറിനെ എത്തിക്കാൻ കഴിയുമോ എന്ന് UDF-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ട്. കാരണം PV അൻവർ കൂടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, മത്സരിക്കുന്ന സാഹചര്യം UDF-നൊട്ടും അനുകൂലമല്ല. ഒരുപക്ഷെ 10 വോട്ട് PV അൻവർ പിടിക്കുകയാണെങ്കിൽ അത് 4 വോട്ട് LDF-നാണെന്ന് പറഞ്ഞാൽ പോലും 6 വോട്ടെങ്കിലും, അതായത് കൂടുതൽ ക്ഷീണം ഉണ്ടാവുക, കൂടുതൽ പരിക്കേൽക്കുക UDF-നായിരിക്കും. കാരണം പിണറായി സർക്കാരിനെതിരായ ഒരു വികാരം ആണ് ആ വോട്ടുകൾ പ്രതിഫലിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ PV അൻവറിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PV അൻവറിന് മത്സരിക്കുകയും PV അൻവർ വോട്ട് പിടിക്കുകയും ചെയ്യുന്തോറും അത് UDF-ന്റെ സാധ്യതകളെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പ്, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യത്തിനപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന് ആത്മവിശ്വാസത്തോടെയെങ്കിലും നേരിടണമെങ്കിൽ ഇവിടെ വിജയം അനിവാര്യമാണ്. അത് PV അൻവറിനെ പോലെ ഒരാളെ ടാക്കിൾ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ സമവായത്തിലെടുത്തുകൊണ്ട് കൂടെ നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് പോയി എന്നൊരു വിമർശനം വന്നാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിലും UDF-നും വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു അവസാനഘട്ട ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇനി ഇന്നലെ ചർച്ചയുടെ വാതിലൊക്കെ അടഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ രാത്രി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ അൻവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്നൊരു വാർത്തകൾ വരുമ്പോൾ പോലും UDF-ന്റെ ഭാഗത്തു നിന്ന് അൻവർ മത്സരിക്കുന്നത് ഏത് വിധേനയും തടയാനുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നർത്ഥം. യെസ്, അസ്ലമിലേക്ക് തന്നെ തിരിച്ചെത്താം. എന്തായാലും UDF നേതാക്കൾ, പ്രത്യേകിച്ച് ഇന്നലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കൾ രാത്രിയും PV അൻവറിനെ കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ മത്സര രംഗത്തേക്ക് വരുന്നത് UDF താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും അൻവറിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു പ്രഡിക്ഷൻ നടത്തുക അസാധ്യമാണ്. അദ്ദേഹം ഏത് നിമിഷവും കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞ് രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, നാമനിർദ്ദേശ പത്രിക നൽകൽ, ഇതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അൻവർ മത്സര രംഗത്ത് ഉണ്ടാകൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞ് അദ്ദേഹം പത്രിക പിൻവലിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും അത്തരത്തൊരു കാര്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അസ്ലം, പലപ്പോഴായി തന്നെ UDF വാതിൽ ഒക്കെ അടച്ചു, ചർച്ചകളില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ രാത്രി വരെ ചർച്ചകൾ നടന്നു എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മണിക്കൂറുകൾ ഇത്തരമൊരു വാർത്ത വന്നെങ്കിൽ പോലും അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാന നിമിഷം വരെ UDF-ൽ നിന്ന് അൻവറിനെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് വ്യക്തം. എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10 വോട്ട് PV അൻവർ പിടിക്കുകയാണെങ്കിൽ അത് 6 വോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം UDF-ന് കിട്ടേണ്ട വോട്ടുകളാണ്. ഒരുപക്ഷെ കഴിഞ്ഞോടെ ചിലത് LDF-ന് കിട്ടിയ വോട്ടുകളാണെങ്കിൽ പോലും സർക്കാരിനെതിരായ വോട്ടുകളാണ്, അല്ലെങ്കിൽ PV അൻവർ ഉയർത്തിയ വിഷയത്തിൽ ഉയരുന്ന വോട്ടുകളാണ്. അത് എന്തായാലും UDF-ലേക്ക് വരേണ്ട വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു PV അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ ആ സാഹചര്യം
യെസ്, അസ്ലമിന്റെ ഓഡിയോയിൽ ചില തകരാറുകളുണ്ട്. എന്തായാലും UDFന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ PV അൻവർ മത്സര രംഗത്തേക്ക് എത്താനുള്ള സാധ്യത തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അൻവർ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും UDF ക്യാമ്പിൽ ഇതെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ചർച്ചകൾക്ക് ഇനി UDF തുടക്കമിട്ട് വെക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ വരവ് അത്രത്തോളം ആശ്വാസകരമല്ലെങ്കിൽ പോലും അവർ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അത് UDFന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അൻവറിന്റെ വരവിൽ ഉണ്ടാവുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതൊരു ആശങ്ക UDFനും നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവസാന നിമിഷം വരെ UDFൽ നിന്നുള്ള അനുനയ ശ്രമങ്ങൾക്ക്, അൻവറിനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾക്ക് നേതാക്കൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങൾ തന്നെയാണ് മുഹമ്മദ് അസ്ലമും നൽകിയത്.